ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. പുലിമുരുകൻ 100 കോടി ക്ലബിൽ കയറിയോ? അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതൊരു വലിയ ചർച്ചയായി വരുന്നു. ആദ്യ ദിനം ഏതോ ഒരു വാക്കിൻ്റെ പുറത്ത് 100 കോടി അടിച്ചില്ല എന്നും പിന്നീട് മറ്റൊരു വാക്കിൻ്റെ പുറത്ത് 100 കോടി അടിച്ചുമെന്നുള്ള സോഷ്യൽ മീഡിയയിലെ ആരാധകർ തമ്മിലുള്ള ആ ഒരു വലിയ ചർച്ച ഞാൻ കാണാനിടയായി. അതിനിടയിൽ തന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഒന്ന് കാണണം. ഇത് പക്ക നീറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് പറയുന്നത്. ഇതിപ്പോൾ പുലിമുരുകൻ്റെ 100 കോടി കാര്യങ്ങളൊന്നുമല്ല. ഇതിനകത്തിൽ നമുക്ക് ടോമിച്ചൻ മുളകുപാടം അയച്ചു എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനകത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ പറയുന്നുണ്ട്, 3 കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചിരിക്കുന്നത്. ആ ഒരു വാക്കിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഡീറ്റെയിലേക്ക് വരാം. വേറെ ഒന്നുമല്ല, നമുക്ക് ഇപ്പോൾ പല ടെക്നിക്കലും അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഗൂഗിളും ഒക്കെ വെച്ചിട്ട് ChatGPT പോലെയും അങ്ങനെ AI ടൂളുകളും വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും എത്ര എമൗണ്ട് വേണം അല്ലെങ്കിൽ ഒരു 3 കോടിയോളം ടാക്സ് അടയ്ക്കണമെങ്കിൽ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, ഇത് ഒരു സിനിമ ബേസ് ചെയ്തിട്ടല്ല, ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പുലിമുരുകനോ അല്ലെങ്കിൽ മലയാള സിനിമയൊക്കെ 100 കോടി അടിച്ചിട്ടുണ്ടോ. ഇതിൻ്റെ പ്രൊഡ്യൂസർ പറയുകയാണ് ഞാൻ 3 കോടിക്ക് മുകളിൽ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അത്, അല്ലെങ്കിൽ 10 കോടി അടച്ചു എന്നൊന്നുമല്ല, 3 കോടിക്ക് മുകളിൽ. സോ നോർമലി ഒരാൾ 3 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ 3 കോടിയോ 4 കോടിക്ക് താഴെ എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കണക്കാണ്. അപ്പോൾ ആ ചോദ്യം നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ AI ടൂളുകൾ വെച്ച് നോക്കുമ്പോൾ, ഹൗ മച്ച് ഇൻകം ഐ ഷുഡ് ഗെയിൻ ഫ്രം എ മലയാളം ഫിലിം ടു പേ എ ടാക്സ് ഓഫ് 3 crore ഇൻ 2016. അതായത് 2016 3 കോടി ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ ഞാൻ എത്ര വരുമാനം നേടണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ അവർ തന്നിട്ടുണ്ട്. ആ കാൽക്കുലേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനകത്തിൽ പറയുന്നതനുസരിച്ചിട്ട് 9.5-10 കോടിയോളം നേടിയാൽ മാത്രമാണ് 3 കോടി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. അതായത് അന്നത്തെ ബേസിക് ടാക്സ് റേറ്റ് 30%, സർചാർജ് 1 കോടിക്ക് മുകളിലാണെങ്കിൽ 15%, സെസ് 3%, അതിൻ്റെ കൂടെ സർചാർജും എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ്. അതായത് ടോമിച്ചൻ മുളകുപാടം പറഞ്ഞ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് പുലിമുരുകനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ ഒരു ലാഭം എന്ന് പറയുന്നത് 10 തൊട്ട് 12 അല്ലെങ്കിൽ 15 കോടി വരെ മാക്സിമം എന്നാണ് നമുക്ക് കഴിയുന്നത്. മലയാള സിനിമയിലെ പ്രമുഖരായ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അറിവുള്ള ഒരുപാട് പേരും ചിന്തിച്ചാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു സിനിമ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് ഏകദേശം 27 കോടിയോളം ആയിരിക്കും 100 കോടി ഇറങ്ങുമ്പോൾ എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടാണ് പറയുന്നത്. നോർമൽ റേറ്റിൽ എൻ്റെ അറിവിൽ ഏകദേശം ഒരു 40% പ്രൊഡ്യൂസറിന് ലഭിക്കുമെന്നുള്ളത്. അതായത് ഒരു 100 കോടി കിട്ടിയാൽ 40 കോടി പ്രൊഡ്യൂസറിനുള്ളതാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ടാക്സ് പോകുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ടോമിച്ചൻ മുളകുപാടം നൽകിയ ആ ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസ്സിലൂടെ 100 കോടി നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹം അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് ഈ പറഞ്ഞ 3 കോടി അല്ല എന്നുള്ളത്. അദ്ദേഹം അടച്ചിരിക്കുന്ന 3 തൊട്ട് 4 കോടിക്ക് ഇടയിലുള്ള എമൗണ്ട് ആണെന്ന് നമുക്ക് തോന്നുകയാണ്, കാരണം അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്ന വേറെ മറ്റൊരു വ്യക്തി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹമായിരുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രൊഡ്യൂസറും, ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ താഴെയാണ് ഷെയർ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 15 കോടി അടുത്ത് മാക്സിമം പ്രോഫിറ്റ് നേടിയെന്ന് പറയുമ്പോൾ സിനിമ 50 കോടിയോളം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് തിയേറ്ററിൽ നിന്നാണോ അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസ്സിൽ നിന്നാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇൻകം ടാക്സ് തിയേറ്ററിൽ നിന്ന് കിട്ടിയനോ അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസ്സോ ഒന്നും നോക്കിയില്ല. ഒരാളുടെ വരുമാനമാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന, അയാളുടെ മൊത്തം അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന എമൗണ്ടാണ്. ഈ ഒരു വർഷം പുലിമുരുകൻ മാത്രമാണ് അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ടാക്സും അല്ല അദ്ദേഹം പറഞ്ഞത്, ഇതിന് അടച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പുലിമുരുകൻ 100 കോടിയില്ല, 50 കോടിയോളമേ ഉള്ളൂ എന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഇതിനകത്തിൽ വരുന്നത്. നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ചലഞ്ചായിട്ട് എടുത്ത് അത് 100 കോടി അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഈ ഒരു അഭിപ്രായത്തിലൂടെ പറയാം. അന്നത്തെ ടിക്കറ്റ് റേറ്റോ, അന്ന് 100 ദിവസം ഓടിയെന്നോ, നിർത്താതെ ആളുകൾ 24 മണിക്കൂർ കയറിയെന്നോ, നോട്ട് നിരോധനത്തിന് പോയപ്പോൾ ഒരു കെട്ട് നോട്ടുമായി കയറിയെന്നോ എന്നുള്ള വാദങ്ങളല്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ്, ഇത് കൃത്യമായി അദ്ദേഹം പറഞ്ഞതാണ്, 3 കോടിക്ക് മുകളിൽ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്, 100 കോടി ബിസിനസ് അടക്കം എനിക്ക് ലഭിച്ച സിനിമയാണ് എന്ന് പറയും. ഒരുപക്ഷെ ബിസിനസ് എന്ന് പറയുന്ന അടുത്ത വർഷമാണ് നടന്നതെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അത് മറ്റൊരു ഇതിനകത്തിലേക്ക് പോകും. അതുകൊണ്ട് അതിനകത്തിലേക്കുള്ള തർക്കങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സിനിമ 100 പോയിട്ട് 50 കോടി ആ റേഞ്ചിലൊക്കെ തന്നെ എത്തിയിട്ടുള്ളൂ എന്നാണ്. അതായത് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി എന്ന് പറയുന്ന സിനിമ
നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് ഒരു പ്രൊമോഷണൽ ഫിഗർ മാത്രമാണ് എന്നുള്ളതാണ്. നിങ്ങളെ ചർച്ച ചെയ്യാൻ വിളിക്കുകയാണ്. ഇതിൽ ഫാൻസും അല്ലെങ്കിൽ ഫാൻ ബേസും ഒന്നും ആരും വരണമെന്നില്ല. ഈ കണക്കിലേക്ക് നമുക്ക് കണക്കുകളുടെ രീതിയിലേക്ക് പോകാനാണെങ്കിൽ ഒന്ന് വന്ന് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിങ്ങളുടെ അതിൽ കൂടുതൽ അറിവുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിന് മുകളിലാണെങ്കിൽ നമ്മൾ തെറ്റ് തിരുത്താം. അതല്ല യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കാം, ഇതിൽ കുറവാണെങ്കിൽ കുറവാണെന്ന് പറയാം. കാരണം ഇത് നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 6 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു സിനിമയ്ക്ക് 100 കോടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. സ്വാഭാവികമായി ഇറങ്ങുന്ന സിനിമകളെ ആളുകൾ വേറെ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഡിഫക്റ്റുകൾ ഉണ്ടാക്കാതെ അതിനെ ശല്യം ചെയ്യാതെ വിടുക എന്നുള്ളത്. ഇത് 6 വർഷമൊക്കെ കഴിഞ്ഞ സിനിമയാണ്. അതുകൊണ്ട് നമുക്കിതൊരു ചർച്ചയിലേക്ക് എടുക്കാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊരു ഫിലിം ബേസ്ഡ് വേണ്ട, നിങ്ങൾ ഒരു 100 കോടി അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ വരുമാനത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ മലയാളത്തിൽ 100 കോടി എന്ന് പറയുന്നത് എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാം. ഇനിയും നമുക്ക് വാദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓടിയ കണക്കുകളും കാര്യങ്ങളുമൊക്കെ വെച്ച് അത് പ്രൊഡ്യൂസറിൻ്റെ കീശയിലേക്ക് വരുന്നതല്ല. പല വീഡിയോകളിലും ഞാനത് പറയുമ്പോൾ പലരും താൻ എന്ത് തേങ്ങയാണ് പറയുന്നതെന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. അതായത് എന്ന് ഞാൻ പറയുന്ന ഒരേ കാര്യം തന്നെ, അതായത് വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ കൊടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന എമൗണ്ട് മാത്രമാണ് പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. അവിടെ നിന്ന് ഓടിക്കിട്ടുന്നതെല്ലാം അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറിനാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ മലയാള സിനിമയിലും അല്ലെങ്കിൽ ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിലും നമ്മൾ കാണുന്നത് 100 കോടി എന്നൊക്കെ പറയുന്ന കാര്യം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. അതായത് ഇൻക്ലൂഡിങ് പ്രൊഡ്യൂസറിന് കിട്ടിയ കാശും അതുകൂടാതെ അവിടെ നിന്നുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെയുള്ള കളക്ഷനും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. അല്ലാതെ അതായത് ഒരു 100% പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു സിനിമയ്ക്കും 100 കോടി അടിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ റേഞ്ചിലേക്കാണ്. അത് നിങ്ങൾക്ക് ചർച്ച എങ്ങനെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. എന്താണേലും നിങ്ങളിൽ നിന്ന് കൂടുതൽ ഇൻപുട്ടുകൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ അറിവ്, ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ളവർ കാണുന്നുണ്ടാകാം, ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഈ ടാക്സിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവർ പറയാം. ഈ ഒരു വീഡിയോയ്ക്ക് ആസ്പദമാക്കിയത് ആ ഒരു പോസ്റ്റ് തന്നെയാണ്. അതിനകത്തിൽ അദ്ദേഹം തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും, അതായത് ആ ലോൺ പൂർണ്ണമായി 2016 ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. 3 കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത്. അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അദ്ദേഹത്തിന് 10 കോടിക്ക് മുകളിലുള്ള ലാഭം നേടിക്കൊടുത്താണ്. അതിൻ്റെ ബഡ്ജറ്റ് എന്തോ 10-15 കോടിയൊക്കെ ആണെന്നാണ് നമ്മുടെ അറിവ്. അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പം അദ്ദേഹം മുടക്കിയിരിക്കുന്ന കാശിന് അദ്ദേഹത്തിന് അത്യാവശ്യം ലാഭം ലഭിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അവിടെ 100 കോടി കിട്ടി എന്നെങ്കിലും പറയുന്നില്ല. ആകെ പറയുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ കണ്ടത് 100 കോടി തിളക്കാൻ സമ്മാനിച്ച സിനിമയും സാമ്പത്തികമായി അദ്ദേഹത്തിന് സുരക്ഷിതമാക്കിയ സിനിമയും അതുപോലെ തന്നെ ബിസിനസ് അടക്കം 100 കോടി എത്തി എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റിൽ നമുക്ക് കാണുന്നത്. അദ്ദേഹം പറഞ്ഞാണോ എന്ന് നമുക്കറിയില്ല. എന്താണ് ഒഫീഷ്യൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, ടോമിച്ചൻ മുളകുപാടം എന്നുള്ള പേരിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പോൾ നല്ല ഒരു ചർച്ചയ്ക്കാണ് വിളിക്കുന്നത്. ആ ഒരു ചർച്ച വരിക. എന്തായാലും ഇവിടെ മലയാള സിനിമയെ നമ്മൾ കാണുന്നത് 100 കോടിയും 50 കോടിയുടെയും കണക്കിലല്ല, നല്ല സിനിമയാണോ എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് ഇത്ര തരം താഴ്ന്ന ഒരു കാര്യം മലയാള സിനിമയിലേക്ക് വരുന്നത്. അതിൻ്റെയൊക്കെ പാർട്ട് നിങ്ങളും നമ്മളും ഒക്കെ ചേരുന്നു. കാരണം നമ്മളുടെ എല്ലാവരുടെയും ചിന്താഗതി തന്നെയാണ് 100 കോടി കിട്ടിയാൽ ഏതാണ്ടായി എന്നുള്ളത്. പക്ഷേ നല്ല സിനിമ, 100 കോടി കിട്ടിയ സിനിമകൾ നല്ലതാണെന്ന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കില്ല. ഇവിടെ പരാജയപ്പെട്ട പല സിനിമകളും അതിലും മികച്ചതാണെന്നും നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് 100 കോടി കിട്ടിയത് മോശമാണെന്നും അല്ല പറയുന്നത്. കാത്തിരിക്കാം നിങ്ങളുടെ കമൻസിനെ. മീഡിയാസ്.